നമസ്കാരം. യാത്രക്കാരുമായി പറന്ന ഇൻഡിഗോ വിമാനം ആകാശച്ചുഴിയിൽപ്പെട്ടു. ഡൽഹിയിൽ നിന്ന് ശ്രീനഗറിലേക്ക് 227 യാത്രക്കാരുമായി പറന്ന ഇൻഡിഗോ വിമാനമാണ് പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ആകാശച്ചുഴിയിൽപ്പെട്ടത്. അപകടത്തിലാകുമായിരുന്ന ഇൻഡിഗോ വിമാനത്തിന് വ്യോമാതിർത്തി നിഷേധിക്കുകയായിരുന്നു പാകിസ്ഥാൻ. ഇൻഡിഗോയുടെ 6E-2142 എന്ന നമ്പർ വിമാനമാണ് പ്രതികൂല കാലാവസ്ഥ നേരിടേണ്ടി വന്നത്. പാകിസ്ഥാന്റെ വ്യോമാതിർത്തി ഉപയോഗിക്കുന്നതിനായി ലാഹോർ എയർ ട്രാഫിക് കൺട്രോളിനോട് അനുമതി തേടിയിരുന്നു. എന്നാൽ ഈ അഭ്യർത്ഥന പാകിസ്ഥാൻ നിഷേധിച്ചു. ഇക്കാര്യം ഡയറക്ടർ ജനറൽ ഓഫ് ജനറൽ സിവിൽ ഏവിയേഷൻ സ്ഥിരീകരിച്ചു. ഡൽഹിയിൽ നിന്ന് 227 യാത്രക്കാരുമായി പുറപ്പെട്ട ഇൻഡിഗോ വിമാനത്തിനാണ് ആദ്യഘട്ടത്തിൽ സുരക്ഷാ പ്രശ്നങ്ങൾ നേരിട്ടത്. പഞ്ചാബിലെ അമൃത്സറിലൂടെ പറക്കുമ്പോഴായിരുന്നു സംഭവം. ഇത് വിമാനത്തിനുള്ളിൽ പരിഭ്രാന്തി പരത്തി. സംഭവത്തെ തുടർന്ന് പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളിൽ അടിയന്തര ലാൻഡിങ്ങിനുള്ള അറിയിപ്പ് നൽകി. വിമാനം ശക്തമായി കുലുങ്ങുമ്പോൾ യാത്രക്കാർ നിലവിളിക്കുകയും കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായി കാണിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഭയാനകമായ സാഹചര്യമാണ് വിമാനത്തിലുണ്ടായിരുന്നത്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്നാണ് വിമാനം അപകടത്തിലേക്ക് പോയത്. ആലിപ്പഴ വർഷത്തിലും ആകാശച്ചുഴിയിലും അകപ്പെട്ട വിമാനം ആടിയുലയുകയും അപകടത്തിലേക്ക് പോവുകയുമായിരുന്നു. പാകിസ്ഥാൻ അനുമതി നിഷേധിച്ചതോടെ പൈലറ്റുമാർ വീശിയടിക്കുന്ന കൊടുങ്കാറ്റിന് നേരെ വിമാനം പറത്തുകയായിരുന്നു. ഭയാനകമായ അന്തരീക്ഷമാണ് വിമാനത്തിനുള്ളിൽ അനുഭവപ്പെട്ടത്. വിമാനത്തിന്റെ മുൻഭാഗത്ത് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വിമാനത്തിനുള്ളിൽ നിന്ന് യാത്രക്കാർ പകർത്തിയ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. പിന്നാലെ വിമാനം ശ്രീനഗർ വിമാനത്താവളത്തിൽ അടിയന്തരമായി ലാൻഡ് ചെയ്യുകയായിരുന്നു. പാകിസ്ഥാന്റെ കണ്ണില്ലാത്ത ക്രൂരതയാണ് ഇന്ന് കണ്ടത്. നിരവധി മനുഷ്യജീവനുമായി പോകുന്ന ഫ്ലൈറ്റ് ആകാശച്ചുഴിയിൽ അകപ്പെടുമ്പോൾ അവരുടെ ജീവനെ സുരക്ഷിതമായി ലാൻഡ് ചെയ്യാനുള്ള മാർഗമാണ് നിഷേധിച്ചത്. എന്നാൽ പൈലറ്റിന്റെ കൃത്യമായ ഇടപെടലാണ് വൻ ദുരന്തം ഒഴിവാക്കിയത്. അതേസമയം കേരളത്തിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. വടക്കു പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന് മുകളിൽ ശക്തമാക്കാൻ സാധ്യതയുള്ളതിനാൽ അടുത്ത 7 ദിവസം കേരളത്തിൽ കനത്ത മഴയായിരിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അറബിക്കടലിൽ വടക്കൻ കർണാടക, ഗോവ തീരത്തിന് മുകളിലായി രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറിയിട്ടുണ്ട്. തുടർന്ന് വടക്കോട്ട് നീങ്ങുന്ന ന്യൂനമർദ്ദം അടുത്ത 24 മണിക്കൂറിനുള്ളിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മെയ് 27ഓടെ മധ്യ പടിഞ്ഞാറൻ വടക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്ത 2 ദിവസത്തിനുള്ളിൽ കാലവർഷമെത്തുമെന്നാണ് സൂചനകൾ. അതുകൊണ്ട് തന്നെ മണ്ണിടിച്ചിലും മിന്നൽ പ്രളയത്തിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്.